ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂടെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിന്നെ ഗ്രൗണ്ടിലേക്ക് പോകാതെ നിധി വീടിന്റെ മുമ്പിൽ തന്നെ ഒഴിച്ചു പഠിക്കുമ്പോൾ സുധീഷ് വന്ന് ഹെൽപ്പ് വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട, ഒരു ഹെൽപ്പും വേണ്ട, എന്നെ നികേഷ് പഠിപ്പിച്ചോളും എന്ന് പറഞ്ഞ് തന്നെ ഓടിക്കുന്നുണ്ട് നിധി. സുധീഷ് അത് നോക്കി നിൽക്കുന്നുണ്ട്. സുധീഷ് നോക്കുമ്പോൾ നിധിയുടെ വണ്ടി വളഞ്ഞും പൊളഞ്ഞും പോകുന്നുണ്ട്. നിധി സുധീഷിനെ അവിടെ നിന്നും ഓടിക്കുന്നു. അതേസമയം ചാന്ദിനി സുഭാഷിന്റെ വീട്ടിൽ വരുന്നുണ്ട്. സുഭാഷിന് അത്ഭുതമായി. വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഹരീഷിനെയും നികേഷിനെയും കണ്ടപ്പോൾ ചാന്ദിനി ചോദിക്കുന്നത് അച്ഛന് സുഖമാണോ എന്ന് മലയാളത്തിൽ എങ്ങനെയാ ചോദിക്കുന്നത് എന്ന്. അത് ഞാൻ പറഞ്ഞു തരാം, ഐ വിൽ ടീച്ച് യു മലയാളം എന്ന് പറഞ്ഞ നികേഷ് വിളക്കണ്ണ വിളക്കണ്ണ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അത് പ്രകാരം ഭാസ്കരന്റെ അടുത്ത് പോയി വിളക്കണ്ണ എന്ന് ചോദിച്ചപ്പോൾ ഭാസ്കരന് ഭാഷ മനസ്സിലാവുന്നില്ല. ദേഷ്യത്തോട് ചോദിക്കുന്നത് നീ എന്തിനാ വിളക്കണ്ണ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം സുധീഷ് തോമസിനെ കണ്ട് വണ്ടി ഓടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അതിന് തോമസ് പറയുന്നത് അയ്യോ സുധീഷേ, നിന്റെ ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ഡ്രൈവേഴ്സ് എനിക്ക് നിന്നോട് സ്നേഹം കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി അവരെങ്ങാനും ഇതറിഞ്ഞാൽ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, പിന്നെ എനിക്കത് പണിയാകും, നീ പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അങ്ങനെ സുധീഷിന് എല്ലാവരുടെ അടുത്തു നിന്നും അപമാനവും നിന്ദയും മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ മനസമാധാനത്തിന് ബാറിലേക്ക് പോകുന്നുണ്ട് സുധീഷ്. കുടിച്ചു വന്ന സുധീഷോ നിധിയുടെ റൂമിൽ കയറി. നിധിയുടെ അടുത്തെത്തി നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ നിധി പേടിച്ച് സുഭാഷ് ഏട്ടനെ വിളിക്കുന്നു. സുഭാഷ് ഓടി വന്ന് കുടിച്ച് വെളിവില്ലാതെ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യും പിടിച്ച് കിളിക്കൂട് വിട്ടിറങ്ങുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.